നമസ്കാരം. അധികാരത്തിന്റെ ഗർവിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള എന്താ പറയാ ധാർഷ്ട്യത്തിന് ഒരു തിരിച്ചടി കോടതി കൊടുക്കുകയാണ്. നമുക്കറിയാം, കുറെ കാലം മുമ്പ് ഒരു പാവപ്പെട്ട ഒരു ബസ് ഡ്രൈവർ, കേവലം അറിയാമല്ലോ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന ഒരു സാധു മനുഷ്യൻ, ആ 10-700 രൂപയ്ക്ക് മാത്രം പണിയെടുക്കുന്ന ഒരാളെ വഴിയിൽ തടഞ്ഞു നിർത്തി. സൂപ്പർ ഫാസ്റ്റ് ഓടിച്ചുകൊണ്ടിരുന്ന ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി. ആ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ വാതിൽ വലിച്ചു തുറന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അയാൾക്കെതിരെ ഒരു ലൈംഗിക ആക്ഷേപ കേസൊക്കെ കൊടുത്ത് പിന്നെ വാഹനത്തിൽ വലിഞ്ഞു കയറി അതിലുള്ളവരെ ഇറക്കി വിട്ട് ഒക്കെ ചെയ്ത രണ്ട് ജനപ്രതിനിധികൾ, പഴയ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അതുപോലെ സച്ചിൻ ദേവ് MLA, പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളും, 3-4-5 പേരുണ്ട്, എല്ലാം കൂടി ഇവരെല്ലാവരും കൂടി കാട്ടിക്കൂട്ടിയത് ചാനലുകൾ മുഴുവൻ കണ്ടതാണ്, നമ്മളെല്ലാവരും ലൈവായി കണ്ടതാണ്. അത് പോലീസ് അന്വേഷിച്ച് വന്നപ്പോ യദുവാണ് പ്രതി, യദു സകലതും കാണിച്ചു എന്ന നിലയിൽ കൊണ്ടെത്തിച്ചിട്ട് ഈ പറയുന്ന സച്ചിൻ ദേവ് MLA-യും ആര്യ രാജേന്ദ്രനും അടക്കം എല്ലാവരും കുറ്റവിമുക്തരാകുകയും വണ്ടി ഓടിച്ചിരുന്ന ഒരാൾ മാത്രം ഒരു 500 രൂപേന്റെ പെറ്റി കേസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്ത വാർത്ത നമ്മളെല്ലാം കേട്ടു. അതായത് ഇവിടെ സാധാരണക്കാരായ ഒരുത്തന്റെ നീതി എങ്ങനെ നിഷേധിക്കപ്പെടാം, അവനെ എങ്ങനെ ചവിട്ടിയരയ്ക്കാം, നമ്മൾ സഖാക്കളാണ് എന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നതാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും വലിയ തെളിവായിരുന്നു, നിയമപരമായി എങ്ങനെ പൂട്ടാമെന്നുള്ള തെളിവായിരുന്നു യദുവിന്റെ കാര്യത്തിൽ നടത്തിയിരുന്നത്. സത്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു യദു കുറ്റക്കാരനല്ല, വിജിലൻസ് അന്വേഷണത്തിൽ അയാള് കുറ്റക്കാരനല്ല, തെളിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അയാളെ ഒരു കുട്ടിയുണ്ട്, അയാളെ കുടുംബം മര്യാദയ്ക്ക് കഴിഞ്ഞു പോകുന്നതാണ്, അഷ്ടിക്ക് ഒപ്പിച്ചു പോകുന്നതാണ്, ആ ജീവിതം തിരിച്ചു കൊടുക്കുമെന്ന്. എന്നാൽ പകരം വീട്ടൽ എന്ന് പറഞ്ഞാൽ തനിക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ് അതിനെ മറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ടവനെ കരുവാക്കിക്കൊണ്ട് അതൊരു പകരം വീട്ടലാക്കി വെച്ചുകൊണ്ട് അവന്റെ ജീവിതം കുളം തോണ്ടിക്കൊണ്ട് കുഴിമാടം തോണ്ടി മണ്ണിട്ട് മൂടിക്കൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA കാണിച്ചിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് അതൊക്കെ. ഇപ്പോ അതിനൊരു വഴിത്തിരിവ് വരെയാണ്. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു യദുവിന്റെ വക്കീൽ അവരൊന്നും വെറുതെ ഇരിക്കൂല, അത് സാധാരണഗതിയിൽ അങ്ങനെ വിടുന്നതല്ല, ഇവിടെ അങ്ങനെ പാവപ്പെട്ടവന്മാര് ജീവിക്കണം, അവർക്കും കൂടി ഉള്ളതാണ് ഈ കേരളം, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാണ് ഇവറ്റകളൊക്കെ എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് ഉറപ്പായും എന്ന് അന്ന് യദു പറഞ്ഞിരുന്നു, യദുവിന്റെ വക്കീലൊന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ വാർത്ത കുറെ കാലമായി ഞാൻ അപ്ഡേഷൻ തന്നിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സർക്കാരിന്റെ നിലപാടുകൾ നമുക്കറിയാമല്ലോ, പോറ്റിപ്പാട്ടിലായാലും മറ്റേത് പാട്ടിലായാലും എന്തിലായാലും അവരുടെ നിലപാടുകൾ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അപ്ഡേഷൻ ഇല്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വന്നിട്ടുള്ള കുറെ കേസുകളുണ്ട്. അതായത് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരന്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിൽ പലരും കള്ളക്കേസിൽപ്പെട്ടപ്പോൾ ആ കേസ് കള്ളക്കേസാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ചില കേസുകൾ ഇന്നലെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഇന്ന് ഒക്കെ ആ കേസിന്റെ പിന്നാലെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോകളില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്. കേവലം ഒരു യൂട്യൂബ് ചാനൽ കുറെ എന്തൊക്കെ ഇതെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കിയിട്ട് മെട്ടി മിണുങ്ങിയിട്ട് പേരെ കുത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. അത് ശബ്ദം മാത്രമല്ല, അവർക്ക് വേണ്ടി പിന്നണിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുമുണ്ട്. അക്കാരണത്താൽ പല കേസുകളും നമുക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, കേസ് നടത്താൻ കാശില്ല, ആരെങ്കിലും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ അത് ഗതികേട് കൊണ്ടാണ്. കാരണം നമുക്ക് നമ്മുടെ പ്രതികരണ ശേഷി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. പിണറായി തോന്നിയതുപോലെ കാണിക്കുകയാണ്, CPM തോന്നിയതുപോലെ കാണിക്കുകയാണ്. അവരുടെ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കും, എന്ത് തോന്നിയ ദിവസം അവർ ക്ഷമിക്കും, ആരെ കൊന്നു കഴിഞ്ഞാലും എങ്ങനെ കൊല വിളിച്ചാലും എന്ത് ചെയ്താലും അവർ സംരക്ഷിക്കും. അതൊക്കെയാണ് നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാടിനോട് സമരസപ്പെടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇവിടെ യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ദിവസക്കൂലിക്കാരൻ, അയാളുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്തു പോകണം. 10-18 മണിക്കൂർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് തളർന്ന് എത്രയും പെട്ടെന്നൊന്ന് വണ്ടി ഒതുക്കി പെരെ പോയി കിടന്നൊന്ന് ഉറങ്ങണം എന്നുള്ള ഒറ്റ ചിന്തയോട് വരുന്നവനെ പുലരുവോളം പിറ്റേന്ന് രാവിലെ 10 മണി വരെ ആ രാത്രി മുഴുവൻ കൊതുകടി കൊള്ളിച്ച് സ്റ്റേഷനിൽ ഇരുത്തി, ഒരു കേസ് പോലും എടുക്കാതെ അവിടെ ഇരുത്തി, പിന്നീട് ഒരു ലൈംഗിക അപവാദ കേസെടുത്ത് തലയിൽ വെച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ കേസ് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ കണ്ടു. അതിന്റെ പിന്നാമ്പുറമാണ് ഇപ്പൊ നടക്കുന്നത്. എന്തായാലും യദു കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള നടപടി അതൊന്നും നടക്കുന്നുമില്ല. രാഷ്ട്രീയമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം എന്നുള്ള ബൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ സാധാരണക്കാരന് കോടതിയുണ്ട്. ആ കോടതി സാധാരണക്കാരന് നീതി കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോടതിയെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുത്തേ അടങ്ങൂ എന്നുള്ള യദുവിന്റെ തീരുമാനം ഇപ്പൊ നടപ്പിലാവുകയാണ്. കോടതി മൊഴിയെടുക്കുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും യദു വളരെ വിശദമായി മൊഴി കോടതിയിൽ കൊടുക്കും.
സച്ചിൻ ദേവ് MLA-യും ആര്യയെയും ഒക്കെ വിളിക്കും. ബാക്കിയുള്ള 2 ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിക്കും. ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി വരും. കോടതി അത് ന്യായമായി കൈകാര്യം ചെയ്യും. ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കുകയും ചെയ്യും. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് പറയാനുള്ളത്, എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്, നമ്മൾ കുറെ സംസാരിക്കുന്നതിലല്ല, നമ്മൾ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. ഇടയ്ക്ക് കുറച്ച് പ്രവർത്തനം കൂടി വേണം. യദു എന്ന ചെറുപ്പക്കാരൻ കുറച്ചു നാൾ നിശബ്ദമായിരുന്നു. മീഡിയകളൊക്കെ അയാളെ കൈയൊഴിഞ്ഞു. എന്നാലും അയാളെ വഴി നോക്കി. ഇപ്പോൾ അതിന്റെ ഫലമാണ് കണ്ടുവരുന്നത്. നമ്മളും അത് കണ്ടുപഠിക്കണം. നമ്മൾ ഒരു അനീതി നേരിടുമ്പോൾ ആ അനീതി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് അയ്യോ പോയേ എന്ന് കരുതി ഇരിക്കുന്നതിലല്ല കാര്യം എന്ന് പറയുന്നത്. നേരിടാൻ നിൽക്കണം. അത് ഏത് സഖാവായാലും അത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനും നിയമ നടപടി എടുക്കാനും നമുക്ക് കഴിയണം. നിയമം നമുക്കും കൂടി വഴിയുള്ളതാണ്. ഇവിടെ സഖാക്കൾക്ക് തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിയമം എന്ന് പറയുന്നത്. പോലീസിലെ ഒരു വിഭാഗത്തിന് മാത്രമേ പിണറായിക്ക് കൂടെ നിർത്താൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാവരും പിടിച്ചെടുത്താനൊന്നും പറ്റില്ല. പോലീസിൽ വലിയൊരു ഭാഗം നല്ല ആൾക്കാരുണ്ട്. പോരാത്തതിന് കോടതി നമുക്കുണ്ട്. കോടതി ഇപ്പൊ അറിയാലോ, ശബരിമല ഇച്ഛാറ എണ്ണുന്നത് നമുക്കറിയാലോ കോടതിയുടെ നേതൃത്വത്തിൽ വരുമ്പോ. അപ്പൊ അങ്ങനെയാണ്, നമ്മൾ കോടതി നമുക്ക് നീതി തരും. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ചെങ്കിലും നമ്മൾ നീതി നേടിയെടുക്കണം. നമ്മളല്ലാതെ ഇവരൊക്കെ തരുന്ന ചവിട്ടും കുത്തും കൊണ്ടുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും യദുവിന് എല്ലാ അഭിനന്ദനങ്ങളും. ഇത്തരത്തിലൊരു നിലപാട് നേരത്തെ എടുത്തതിനും ഇപ്പോ അതുമായി കരുക്കൾ നീട്ടി മുന്നോട്ട് പോകുന്നതിനും യദുവിന്റെ വക്കീലിനും. കാര്യം തുടക്കം മുതൽ നമുക്കറിയാം വളരെ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്, യദുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യദുവിന്റെ വക്കീൽ ചില്ലറക്കാരനല്ല എന്ന് ഇതിനോടകം തെളിയിച്ചിട്ടുമുണ്ട്. മാധ്യമങ്ങളുടെ ഡഗടയടിയൊക്കെ നല്ല സുന്ദരമായി ഒതുക്കി തീർത്ത ഒരാളും കൂടെയാണ്. അത് അവിടെ ആ ഡഗടയടിയിൽ മാത്രമല്ല, ഇത് കോടതിയിൽ നടക്കുമെന്ന് തെളിഞ്ഞു വരുമ്പോൾ നേരത്തെ ഉള്ളത് പൂട്ടിക്കെട്ടി കേരള പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങ് പൂട്ടിക്കെട്ടിടോ എന്ന് പറഞ്ഞിട്ട് പൂട്ടിക്കെട്ടി വെച്ചിട്ടുള്ള യദുവിന്റെ കേസ് നാളെ അത് കുത്തി തുറന്നങ്ങോട്ട് എടുത്ത് അതിൽ സച്ചിൻ ദേവ് MLA-യും, ഇപ്പൊ MLA ആയതുകൊണ്ട് അത് പറയുന്നേ, പിന്നെ പഴയ മേയറായിരുന്ന ആര്യയും ഒക്കെ അതിൽ യഥാർത്ഥ പ്രതിയായി നിന്നുകൊണ്ട് അതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ഈ കാലചക്രം അങ്ങനെയാണ്. കാലചക്രം എന്ന് പറഞ്ഞാൽ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, താൽക്കാലികമായി നമുക്ക് ഒരുപക്ഷെ വിജയിക്കാൻ പറ്റും. അധികാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പവർ കൊണ്ടോ പണം കൊണ്ടോ ഒക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പക്ഷെ എല്ലാ കാലവും പറ്റൂല. ആ എല്ലാ കാലവും പറ്റാതെ വരുമ്പോൾ പലിശ സഹിതം നമുക്ക് തിരിച്ചു വാങ്ങിക്കേണ്ടി വരും. ഇവിടെ യദു എന്ന് പറഞ്ഞ ഒരു സാധു മനുഷ്യനെ, ഒരു സാധു ചെറുപ്പക്കാരനെ അവന്റെ ജീവിതം നശിപ്പിച്ച് സാമ്പത്തികമായും അല്ലാതെയും തകർത്ത് നാറാണക്കല്ല് ഇളക്കിക്കളഞ്ഞതിന്റെ ശാപം പേറി അതിന്റെ അനുഭവം അനുഭവിക്കാതെ സച്ചിൻ ദേവിനും അതേപോലെ ആര്യയ്ക്കും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളത് വാസ്തുതയാണ്. ഇത് കർമ്മ തിരിഞ്ഞു കുത്തുന്ന അങ്ങനെയാണ്. പോലീസിനെ ഉപയോഗിച്ച് അവർക്ക് ഒതുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കോടതി തുണയ്ക്ക് വരുന്നു. ഏതായാലും യദുവിന്റെ കുട്ടിക്കുമൊക്കെ നീതി ലഭിക്കട്ടെ. ഇവിടെ അധികാരത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ട് ആരെയും എന്ത് കാട്ടിക്കളയാമെന്ന് കരുതിയിരുന്ന വലിയൊരു ഭാഗം ഉണ്ടല്ലോ, അവരെല്ലാം അഴിയെണ്ണാൻ അല്ലെങ്കിൽ അർഹമായ ശിക്ഷ അവർക്ക് നേടാൻ അവർക്ക് കഴിയട്ടെ. ഇത് രണ്ടുമാണോ ആശംസ എന്ന് പറയുന്നത്. അതാണ് കർമ്മ, അത് കറങ്ങി വരിക തന്നെ ചെയ്യും. Different angles. Don't forget to subscribe and support this channel.